കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഓക്കെ. നമുക്ക് ഈ മോഡ്യൂളിൽ ഇനി IAR ഫിൽറ്റർ ഡിസൈൻ, അതിൽ നിങ്ങൾക്കിനി ഒരു 3 ടോപ്പിക്കും കൂടെ ഉള്ളൂ. അതും ന്യൂമറിക്കൽസ് തന്നെയാണ്, ഡിസൈൻ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. നമുക്കിനി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. Okay, last class we have seen the IAR filter response, that is pass band, stop band and transition band characteristics, and the steps of designing the digital filter. Okay, first step എന്താണ് ഡിസൈൻ ചെയ്യാനായിട്ട്? അതായത് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാനായിട്ട് ഫസ്റ്റ് ദ ഡിസയർഡ് ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ. ഓക്കെ, ക്വസ്റ്റിന് തന്നേക്കുന്ന, അതായത് നമുക്ക് തന്നേക്കുന്ന സ്പെസിഫിക്കേഷൻ, ഡിസയർഡ് ഡിജിറ്റൽ ഫിൽറ്റർ സ്പെസിഫിക്കേഷൻ ഈസ് മാപ്പ് ടു ഇക്വലന്റ് അനലോഗ് specification. Okay, is mapped to equivalent analog specification. And next step is that to derive the analog transfer function for the analog prototype. Okay, to derive the analog transfer function for the analog prototype. Okay, and third step is that to transform the transfer function of analog prototype into an equivalent digital filter transfer function. Okay, അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിസയർഡ് ഡിജിറ്റൽ സ്പെസിഫിക്കേഷൻ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? ഇക്വലന്റ് അനലോഗ് സ്പെസിഫിക്കേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ സ്പെസിഫിക്കേഷൻ, അതായത് ഈ ഇക്വലന്റ് അനലോഗ് സ്പെസിഫിക്കേഷൻ എടുത്ത് എന്ത് കണ്ടുപിടിക്കണം? അനലോഗ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. Then the last step is that to transform the analog transfer function to the digital transfer function. ഇതാണ് നമ്മുടെ ഡിസൈൻ പ്രൊസീജിയർ. ഓക്കെ, അതിന് മുന്നേ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യാനായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ബട്ടർവർത്ത് ഫിൽറ്റർ. ഓക്കെ, ബട്ടർവർത്ത് ഫിൽറ്റർ. ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ പോൾസ്, അതായത് എഴുതിക്കോ, the equation of poles of Butterworth filter. എഴുതിക്കോ, the equation of poles of Butterworth filter can be written as S of k will be equal to e raised to j phi k, where phi k can be written as
pi by 2 plus 2k minus 1 pi by 2k minus 1 pi by 2n, where k equal to 1, 2, etc. up to n. K equal to 1, 2, etc. up to n. ഓക്കെ, അപ്പോൾ എഴുതിക്കോ ബട്ടർവർത്ത് ഫിൽറ്റർ. സ്ഥിരം ചോദിക്കാറുണ്ട് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഇക്വേഷൻസ് വെച്ചിട്ട് പ്രോബ്ലംസ്. The equation of poles of Butterworth filter Sk equal to e raised to j phi k, where phi k can be written as pi by 2 plus 2k minus 1 pi by 2n, k equal to 1, 2, etc. up to n, etc. up to n. നമ്മൾ നേരത്തെ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ നോർമലൈസ്ഡ് റെസ്പോൺസ് കണ്ടു. ഇനി അടുത്ത നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോർമലൈസ്ഡ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്ററിൻ്റെ സർട്ടൻ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്. നോർമലൈസ്ഡ് ബട്ടർവർത്ത് ലോ പാസ് ഫിൽറ്റർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, അത് എന്ന് പറയുന്നത് എപ്പോഴും നോർമലൈസ്ഡ് ബട്ടർവർത്ത്, അതായത് ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എപ്പോഴാണ് ചേഞ്ച് ചെയ്യുന്നത്? ഫിൽറ്ററിൻ്റെ ഓർഡർ മാറുന്ന അനുസരിച്ച്. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ? ട്രാൻസ്ഫർ ഫംഗ്ഷൻ വേരീസ് അക്കോർഡിംഗ് ടു ദി ഓർഡർ ഓഫ് ഫിൽറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് n. ഓക്കെ, അപ്പം അതിനൊരു കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്, അത് അറിഞ്ഞിരിക്കണം. നമുക്കത് ബേസ്ഡ് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. n ഓർഡറും നോർമലൈസ്ഡ് എഴുതിയെടുത്തോ ഇക്വേഷൻസ്. നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h of s0. അതിൽ ഇഫ് n ഈസ് ഈക്വൽ ടു 1 ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ആണെങ്കിൽ എന്തായിരിക്കും നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ? ഫസ്റ്റ് ഓർഡർ ഫിൽറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 by Sn plus 1. Okay. If n equal to 2, second order ആണെങ്കിൽ the transfer function can be written as 1 by Sn square plus 1.414 Sn plus 1. When n equal to 3, transfer function can be written as 1 by Sn plus 1 Sn square plus Sn plus 1. And when n equal to 4, the transfer function can be written as 1 by Sn square plus 0.765 Sn plus 1 into Sn square plus 1.848 Sn plus 1. And again, if n equal to 5, and be written as 1 by Sn plus 1 Sn square plus 0.618 Sn plus 1 into Sn square plus 1.618 Sn minus 1. ഓക്കെ, ഇതാണ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. മിനിമം നിങ്ങൾ ആദ്യത്തെ ഒരു 3 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കുക. ഓക്കെ, ആദ്യത്തെ 3 എണ്ണമെങ്കിലും അറിഞ്ഞിരിക്കണം. ഇത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് റെസ്പോണ്ട് ചെയ്ത്? അനുശ്രീ? ഓക്കെ, എല്ലാവരും ഇക്വേഷൻസ് എഴുതിയെടുത്തോ. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ചെയ്യാം ബേസ്ഡ് ഓൺ ദിസ്. എഴുതിയെടുത്തോ?
എഴുതിക്കോ. ഡിറ്റർമൈൻ 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 ദി poles of low pass Butterworth filter. Determine the poles of low pass Butterworth filter for n equal to 2. Also determine normalized transfer function. ചെയ്തോ? ഇക്വേഷൻസ് ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഒന്ന് ചെയ്ത് നോക്ക്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്ക്. എന്തായിരിക്കും പോൾസിന്റെ ഇക്വേഷൻ? പോൾസ് ഓഫ് ലോ പാസ് ബട്ടർവർത്ത് ഫിൽറ്റർ is given as എന്തായിരുന്നു ഇക്വേഷൻ? കുറച്ചു മുന്നേ എഴുതിയതാ. Sn equal to e raised to j phi k, where phi k can be written as pi by 2 plus 2k minus 1 pi by 2n, where k equal to 1, 2 up to n. ഇതല്ലേ ഇക്വേഷൻ? നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്? n equal to 2. ഓക്കെ, n equal to 2 ആണെങ്കിൽ based on this equation we can write k varies from 1 and 2. Okay, k equal to 1 and 2. Okay, ഇനി 5k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചേ. 5 k equal to 1 ആയ 5 1 എന്തായിരിക്കും? k equal to 1, 5 1 can be written as pi by 2 plus 2 minus 1 pi by 4, അതായത് 2 into 2. എത്ര ആയിരിക്കും വരുന്നത്? 5 by 2 plus 5 by 4. That will be equal to 3 pi by 4. 3 pi by 4. അതുപോലെ k equal to, ഇത് k equal to 1 ആകുമ്പോൾ എന്തായിരിക്കും? 5 1 3 pi by 4. If k equal to 2, we can write 5 2 as 5 by 2 plus 4 minus 1 pi by 2 into n 2 തന്നെയല്ലേ, ഈക്വൽ ടു എന്ത് കിട്ടും? 5 by 2 plus 3 pi by 4, which can be written as 5 pi by 4. അപ്പോൾ k equal to 1 ആകുമ്പോൾ 5 1 3 pi by 4ഉം k equal to 2 ആകുമ്പോൾ 5 2 എന്ന് പറയുന്നത് എത്രയാ? 5 pi by 4. Okay, so we got the value of 5 1 and 5 2. So find the value of Sn. Okay, Sn means poles of low pass Butterworth filter. You have to determine the poles of low pass Butterworth filter, which is given in the question. Okay, again for k equal to 1, we can write Sn equal to e raised to j pi 1. k ക്ക് 1 കൊടുക്കുമ്പോൾ എന്താണ് Sn? e raised to j phi 1. Okay, that will be equal to എന്തായിരിക്കും? e raised to j 3 pi by 4. എന്താണ് e raised to j തീറ്റ? cos തീറ്റ പ്ലസ് j sin തീറ്റ. നമ്മൾ നേരത്തെ FIR ഫിൽറ്റർ ഡിസൈൻ ചെയ്തപ്പോൾ ഈ എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ട്. e raised to j തീറ്റ എന്ന് പറയുന്നത് cos theta plus j sin theta. Therefore, we can write cos 3 pi by 4 plus j sin 3 pi by 4. Okay, therefore, we can write it as minus 0.707
പ്ലസ് ജെ 0.707. ഇതെന്താണിത്? ഒരു പോളാണല്ലേ എസ് എൻ. So we can write it as P1. Okay. First pole, that is P1 equal to minus 0.707 plus J plus J 0.707. കിട്ടിയോ എല്ലാവർക്കും? അപ്പോൾ എന്താണ്? Based on question, we should find the poles of the low pass Butterworth filter where n equal to 2. That is, the order is 2. Okay. The equation for poles of low pass Butterworth filter is given as Sn equal to e raised to j phi k, where phi k equal to pi by 2 plus 2k minus 1 pi by 2n. Okay. ക്വസ്റ്റ്യനിൽ n equal to 2 ആണ്. therefore k എന്ന് പറയുന്നത് എന്താണ്? 1 and 2. kക്ക് 1ഉം 2ഉം ആകുമ്പം എന്താണ്? 5kയുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. that is phi 1 and phi 2. and from these values you should find out the poles. Okay, that is P1 and P2. Okay, P1 എത്രയാണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് P2. അതിന് എന്ത് ചെയ്യണം? k equal to 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore Sn equal to e raised to j phi 2. that would be equal to e raised to j 5 pi by 4 equal to cos 5 pi by 4 plus j sin 5 pi by 4 equal to എന്ത് കിട്ടും? minus 0.707 minus j 0.707. ഇതായിരിക്കും നമ്മുടെ എന്താണ്? സെക്കൻഡ് പോൾ, ദാറ്റ് ഈസ് P2. ഓക്കെ, അപ്പം നമുക്ക് P1 എത്രയാണെന്ന് കിട്ടി, P2 എത്രയാണെന്ന് കിട്ടി. സോ നെക്സ്റ്റ് we should find the normalized transfer function. Okay, therefore normalized transfer function h of s can be written as 1 by എന്താണ്? ആ ടേബിളെ കോളം നോക്ക്. n ഈക്വൽ ടു 2 ആകുമ്പോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണ്? 1 by Sn minus P1 and 1 by Sn minus P1 into Sn minus P2. Okay, Sn minus P2. Therefore, we can write it as 1 by Sn. P1 ഉം P2യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. P1 can be written as എന്താണ്? minus 7.707 plus j 0.707 into Sn minus 0.707 minus j 0.707. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. പിന്നെ ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് സോൾവ് ചെയ്യുക, അത്രേ ഉള്ളൂ. എന്ത് കിട്ടും ചെയ്യുമ്പോൾ? വൺ ബൈ എന്ത് കിട്ടും? Sn പ്ലസ് 0.707 മൈനസ് j 0.707 Sn plus 0.707 plus j 0.707 equal to 1 by Sn plus 0.707 the whole square minus j 0.707 the whole square. Can write it as എന്ത് ചെയ്യും? a square minus b square എന്താണ്? a plus b into a minus b. ഓക്കെ, അത് വെച്ച് സോൾവ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1 by final answer will be 1 by Sn square plus 1.414 Sn plus 1. ഇതായിരിക്കും നമ്മുടെ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഓക്കെ, കിട്ടിയോ എല്ലാവർക്കും?
ഈ എല്ലാവരും ഉണ്ടോ അവിടെ? നോട്ട് എഴുതുന്നുണ്ടോ നിങ്ങൾ? ഇന്ന് പഠിപ്പിച്ചതല്ല, ഇന്ന് തന്നെ നോട്ടിൽ എഴുതുക. ഓക്കെ, എല്ലാവരും ഇന്ന് പഠിപ്പിച്ച പ്രോബ്ലംസും ഇന്ന് പഠിപ്പിച്ച ഇക്വേഷൻസ് നോട്ടിൽ കാണണം. വരുമ്പോൾ ഞാൻ ചെക്ക് ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത്, ഇനി നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യം സാധാരണ ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുകൊണ്ട് റൈറ്റ് heading as order of Butterworth filter. As order of Butterworth filter. ഓക്കെ, നേരത്തെ എന്താണ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് എന്താണ്? എന്താണ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ റെസ്പോൺസ്? എഴുതിക്കോ. നമുക്ക് ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ എന്തായിട്ട് എഴുതാം? ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? N, capital N. Therefore, the order of Butterworth filter, capital N, can be written as log, എഴുതിക്കോ, log root of 10 raised to 0.1 alpha s minus 1 by 10 raised to 0.1 alpha p minus 1. Log 10 raised to 0.1 alpha s minus 1 by 10 raised to 0.1 alpha p minus 1 divided by log of O s by O p. ഈ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്തോ. ഒരു തവണ ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ തിരിച്ചെഴുതാം? ഓൾസോ ഈ ഇക്വേഷനും പഠിക്കണം. ഈ ഇക്വേഷനും കൂടെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്തോ. n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു log ഓഫ് lambda by epsilon by log ohm s by ohm v, where എപ്സിലോൺ, അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ ടേംസിന്, അതായത് ഈ ന്യൂമറേറ്ററിലുള്ള ഈ റൂട്ടിൻ്റെ അകത്തുള്ള ടേംസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, എപ്സിലോൺ എന്ന് പറയുന്നത് 10 raised to 0.1 alpha p minus 1 the whole raised to റൂട്ടിൻ്റെ അകത്തല്ലേ, അപ്പോൾ 1/2, and we can write lambda as 10 raised to 0.1 alpha p 10 raised to 0.1 alpha s. Okay, alpha s minus 1 by minus 1 the whole raised to 1/2. അപ്പോൾ ഈ റൂട്ടിൻ്റെ അകത്തുള്ള ടേംസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം ക്വസ്റ്റിനെ ചോദിക്കും, നിങ്ങൾ സെപ്പറേറ്റ് എപ്സിലോണും ലാംഡയും കണ്ടുപിടിച്ചിട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്തോ. ഓർഡർ ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ നോട്ട് ചെയ്തോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ നിങ്ങൾ. given alpha p equal to 1 decibel, alpha s equal to 30 decibel, and alpha p equal to 200 radians per second, and ohm s equal to 600 radians per seconds. Determine
ഡിറ്റർമൈൻ ദി ഓർഡർ ഓഫ് ഫിൽറ്റർ. ചെയ്തേ. നേരത്തെ ഇക്വേഷനിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ചെയ്തോ. എല്ലാം ഇതിൽ തന്നിട്ടുണ്ട്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാണ് ഈ ആൽഫ പി അല്ല, ഇത് എഴുതിക്കും. എന്ത് കിട്ടുമെന്ന് പറയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾ എന്നിൻ്റെ ഇക്വേഷനിൽ? എന്ത് കിട്ടും? ടെൻ റൈസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷനിൽ എന്ത് കിട്ടും പറ. അനുശ്രീ, എന്താണ് ആൻസർ എന്നിൻ്റെ? എന്ത് കിട്ടും? എല്ലാ വാല്യൂവും ക്വസ്റ്റിന് തന്നെ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിൻ്റെ വാല്യൂ പറഞ്ഞാൽ മതി. ഫിൽറ്ററിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാനേ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളൂ. എത്ര കിട്ടും? ചെയ്തോ? നിങ്ങൾക്ക് കാൽക്കുലേറ്റർ നോട്ടൊക്കെ കയ്യിലിരിപ്പില്ലേ? പെട്ടെന്ന് ചെയ്താൽ ഉണ്ടോ? അനുശ്രീ, എത്ര കിട്ടും? ഓഡിയോ അൺമ്യൂട്ട് ചെയ്ത് പറ. എത്ര കിട്ടും എന്നിൻ്റെ വാല്യൂ? എത്ര കിട്ടും? എന്താണിത്? എന്നിന് എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എന്താണ് ലോഗ് ഓഫ് റൂട്ട് 10⁻1 ഇൻറ്റു ആൽഫ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 മൈനസ് 1 ബൈ എന്താണ് 10⁻1 ആൽഫ പി എന്താണ് 1 ഇൻറ്റു 1 മൈനസ് 1 അല്ലേ? മൈനസ് 1 ബൈ എന്താണ് ലോഗ് ഓഫ് തന്നിട്ടുണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ നിങ്ങൾക്ക്? 600/200. എന്ത് കിട്ടി? കാൽക്കുലേറ്റർ ചെയ്ത് എന്ത് കിട്ടി? റോഷ്നി, എത്ര കിട്ടി ആൻസർ? എത്ര ചെയ്യുന്നാണ്? Miss 0.3 0.3 നിങ്ങൾ ലോഗ് എടുത്തോ? ഈ ന്യൂമറേറ്റർ പാർട്ട് എത്ര കിട്ടും? ന്യൂമറേറ്റർ ലോഗ് ന്യൂമറേറ്റർ പാർട്ട് എത്ര കിട്ടും? ഞാൻ എഴുതാം, ശ്രദ്ധിച്ചോ. 62.115 ബൈ ഈ താഴത്തെ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ലോഗ് ഓഫ് എത്ര കിട്ടി? 3 അല്ലേ? 0 ക്യാൻസലായി 3. ഇത് എത്ര വരുമെന്ന് നോക്കിയേ. ഇതാണോ നിങ്ങൾക്ക് കിട്ടിയേ? ഇത് സോൾവ് ചെയ്യുമ്പോൾ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3.758. ഇങ്ങനെ എഴുതരുത്, ഇതിനെ റൗണ്ട് ചെയ്യുക, 4 ആക്കുക. ഓക്കെ, n വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഫിൽറ്ററിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും?
n will be greater than or equal to 4. കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ചെയ്ത് നോക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്യും. നേരത്തെ പഠിച്ച 2 പ്രോബ്ലംസിൻ്റെയും ഒരു കമ്പൈൻഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹോംവർക്കായിട്ട് ചെയ്തോണം. ഡിറ്റർമൈൻ ദി ഓർഡർ and poles of low pass Butterworth filter that has a 3 dB attenuation at 500 Hz and an attenuation of 40 dB at 1000 Hz. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ. Determine the order and poles of low-pass Butterworth filter that has a 3 dB attenuation at 500 Hz and an attenuation of 40 dB at 1000 Hz. Okay. ഓക്കെ. അപ്പം എന്തൊക്കെ ഇതിൽ തന്നേക്കുന്നത്? അതിലും പറഞ്ഞ് ആൽഫ പി എന്ന് പറയുന്നത് 3 dB, ആൽഫ എസ് എന്ന് പറയുന്നത് 40 dB. ഇനി ഈ സെൻറ്റൻസ് വായിച്ച 3 dB അറ്റുനുവേഷൻ അറ്റ് 500 ഹെർട്സും 40 dB അറ്റ് 1000 ഹെർട്സ്. ഇത് ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും? ഇതിലേതായിരിക്കും പാസ് ബാൻഡിൻ്റെയും സ്റ്റോപ്പ് ബാൻഡിൻ്റെയും വാല്യൂസ്? ആരെല്ലാം പറഞ്ഞ അനുശ്രീ, എന്തായിരിക്കും വരുന്നത്? നിങ്ങൾ ആദ്യം, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ച റെസ്പോൺസ് വെച്ചിട്ടൊന്ന് പറഞ്ഞത് ഏത് വാല്യൂ ആയിരിക്കും പാസ് ബാൻഡിൽ? ഇതിൽ ഏതായിരിക്കും പാസ് ബാൻഡ്, ഇതിൽ ഏതായിരിക്കും സ്റ്റോപ്പ് ബാൻഡ്? പറഞ്ഞ്. അറിയത്തില്ലേ? അനുശ്രീ പറ, ഏതായിരിക്കും ആ വാല്യൂ? ഏതായിരിക്കും പറ. ഇപ്പൊ അങ്ങോട്ട് ചെയ്തല്ലേ ഉള്ളൂ പ്രോബ്ലം. നിങ്ങൾ മിണ്ടായിരുന്നിട്ട് എന്ത് ചെയ്യാനാ? പറഞ്ഞ എന്തായിരിക്കും? ഇത് ചെയ്താലേ ഇനി അങ്ങോട്ടുള്ള ഡിസൈൻ പ്രൊസീജിയർ ചെയ്യാൻ പറ്റൂ നിങ്ങൾക്ക്. ഇനി അടുത്ത വരുന്ന ഏതാണ്? അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഡിസൈനാണ്. സ്പെസിഫിക്കേഷൻ വന്നിട്ട് ഡിസൈൻ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇത് എത്ര അറിഞ്ഞിരുന്നാലേ പറ്റൂ. ഇപ്പം പഠിപ്പിച്ച ഓർഡറിൻ്റെ ഇക്വേഷനും നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ ഇക്വേഷനും അറിഞ്ഞിരുന്നാലേ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. ഇതിൻ്റെ ബാക്കി പറ. ഈ വാല്യൂസ് രണ്ട് ഏതാണ്? ഏതായിരിക്കും വാല്യൂസ്? നോക്കിക്കേ, ഏതായിരിക്കും വാല്യൂസ് വരുന്നത്? ഞാൻ പറഞ്ഞു സ്റ്റാർട്ടിങ്ങിൽ ഏതായിരിക്കും? പാസ് ബാൻഡ് അല്ലേ വരുന്നത്, പിന്നെ അല്ലേ സ്റ്റോപ്പ് ബാൻഡ് വരുന്നത്. അപ്പോൾ ഇത് ഏത് വാല്യൂസ് ആയിരിക്കും വരുന്നത്?
പറഞ്ഞേ, ഇനി പറ ഇതിലേതാ വരുന്നത്. ഈ റെസ്പോൺസിൽ വെച്ചിട്ട് പറ ഇനി ഇതിലേതാ വരുന്നതെന്ന്. ഇത് ഏതായിരിക്കും? $500 hertz and this will be 1000 hertz. നമുക്ക് ഹേർട്സിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം റേഡിയൻസ് പെർ സെക്കൻഡ്. അതിന് എന്ത് ചെയ്യണം, 2π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 500 ഈക്വൽസ് എന്ത് കിട്ടി, 1000 π റേഡിയൻസ് പെർ സെക്കൻഡ് ആൻഡ് നെക്സ്റ്റ് വിൽ ബി 2π. സ്റ്റോപ്പ് ആൻഡ് വാല്യൂ എന്തായിരിക്കും, 2π ഇൻറ്റു 1000 ദാറ്റ് ഈസ് 2000 π റേഡിയൻസ് പെർ സെക്കൻഡ്. അപ്പം എന്തായി, എല്ലാത്തിൻ്റെ വാല്യൂസ് കിട്ടിയില്ലേ. ഇനി ഓർഡറിൻ്റെയും പോൾസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ എനിക്ക് ആൻസറും പറയണം. അതുപോലെ തന്നെ ഇന്ന് പഠിപ്പിച്ച എല്ലാം ഇന്ന് തന്നെ നോട്ടിൽ എഴുതുക. അടുത്ത ക്ലാസ്സിൽ എനിക്ക് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം. ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനിയാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത്ര അറിഞ്ഞാൽ, ഇത്രയും പ്രോബ്ലം ചെയ്യാൻ അറിഞ്ഞാൽ ഇനി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പ്രൊസീജിയർ. ഓക്കെ.